ശുഭാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അമ്പടി ഭാജി വെച്ചിട്ട് ഒരു ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. നല്ല രുചിയിലും എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാമോളം വരുന്ന അമ്പടി ഭാജി കഴുകി ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ തണ്ടെല്ലാം മാറ്റിയിട്ട് ലീഫ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. കഴുകി ക്ലീൻ ചെയ്ത് 750 ഗ്രാമോളം വരുന്ന എല്ല് കഷ്ണത്തോട് കൂടിയ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു കുക്കർ ചൂടാക്കിയിട്ട് കുക്കറിലേക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 2 സവാളയാണ് എടുത്തിരിക്കുന്നത്, നീളത്തിലരിഞ്ഞത്. അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. 2 സെക്കൻഡോളം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 വഴുതനങ്ങയാണ്, കത്രിക്ക. അത് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം വെച്ചിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. 2-3 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ ഗരം മസാലയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മസാലയുടെയൊക്കെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്നതായ എല്ലോട് കൂടിയ ബീഫ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതായ അമ്പടി ഭാജി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അമ്പടി ഭാജിയും കൂടെ ഇട്ട് നമുക്ക് വീണ്ടും നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ നമുക്ക് ഒരു 3-4 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ആദ്യം തീ കൂട്ടി വെച്ചിട്ട് ഒരു വലിയ വിസിൽ വന്നതിന് ശേഷം പിന്നെ തീ കുറച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. ഇത് എല്ലിറച്ചി ആയതുകൊണ്ട് കുറച്ച് വേവാൻ സമയമെടുക്കും. ഒരു അരമണിക്കൂറിന് ശേഷം കുക്കറെല്ലാം നല്ലതുപോലെ തണുത്തതിന് ശേഷം ഞാൻ അടപ്പ് തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ മിക്സ് ചെയ്യുമ്പം തന്നെ നമ്മുടെ അമ്പടി ഭാജി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഞാൻ ഈ ഇറച്ചിയിലിട്ടതായിട്ട്. അപ്പോൾ ഇത് അറിയാതിരിക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യണം. ചപ്പാത്തി പരത്തുന്ന ആ റോള് വെച്ചിട്ട് നമുക്കിതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യാൻ ഒരു 2-3 മിനിറ്റ് സമയം എടുക്കും കേട്ടോ, പതുക്കെ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഞാൻ വീഡിയോ ഫാസ്റ്റാക്കി കാണിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ കറിയെല്ലാം നല്ലതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ട്. നോക്കിക്കാൻ ഇപ്പോൾ നല്ല തിക്കായിട്ടൊരു ഗ്രേവി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അമ്പടി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തടുക്ക ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്നതായ ബീഫ് കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അമ്പടി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അമ്പടി എന്ന് പറയുന്ന ഇലയുണ്ടല്ലോ, കുറച്ച് പുളിയായിട്ടുള്ള ഇലയാണ്. അപ്പോൾ അതുകൊണ്ടാണ് തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കാത്തത്. ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.